അപേക്ഷ കൊടുത്തു. രണ്ട് പ്രാവശ്യം അപേക്ഷ കൊടുത്തു. രണ്ട് പ്രാവശ്യം അപേക്ഷ കൊടുത്തു. അല്ല വിദേശത്ത് മെഡിക്കൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥിനിക്ക് പോലീസ് PCC സർട്ടിഫിക്കറ്റ് നൽകുന്നത് വൈകുന്നു എന്നാരോപിച്ചുകൊണ്ട് കാട്ടാക്കട MLA പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധം നടത്തി. അവധിക്ക് നാട്ടിൽ വന്ന് തിരികെ പോകുന്നതിനായി PCC സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. MLAയുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് 3 ദിവസത്തിനുള്ളിൽ PCC സർട്ടിഫിക്കറ്റ് നൽകാമെന്നും പോലീസ് അറിയിച്ചതായി MLA പറഞ്ഞു. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുവാൻ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനാണ് ഇതിൽ വീഴ്ച വരുത്തിയതെന്നും ഇത് മനഃപൂർവ്വം PCC സർട്ടിഫിക്കറ്റ് നൽകാതെ മടക്കി അയക്കുകയായിരുന്നു എന്നുമാണ് കുടുംബം ആരോപിച്ചത്. ഫിലിപ്പീൻസിൽ MBBS പഠിക്കുന്ന അപർണയുടെ അമ്മയാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. കുട്ടി ഇവിടെ വന്നതിന് ശേഷം തിരിച്ചു പോകുന്നതിന് വേണ്ടി PCC സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് ഇവിടെ അപേക്ഷ കൊടുത്തത്. 3 മാസം മുമ്പ് ഇവിടെ കൊടുത്ത അപേക്ഷ നിരസിച്ചിരുന്നു. അതിനുശേഷം രണ്ടാമതും കൊടുക്കുമ്പോൾ രണ്ടാമതും ഇന്നാകട്ടെ നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞ് പല ദിവസം ബന്ധപ്പെട്ടതിന് ശേഷം PCC സർട്ടിഫിക്കറ്റ് കിട്ടില്ലാതെ റിജക്ട് ചെയ്തു എന്നുള്ള അറിയിപ്പാണ് കൺസെന്റ് പോലീസുകാരിൽ നിന്ന് കുട്ടിക്കും അമ്മയ്ക്കും ലഭിച്ചത്. ഈ കുട്ടിയുടെ സ്ഥിതി എന്ന് പറയുമ്പോൾ ഈ നിൽക്കുന്ന സ്ത്രീയുടെ ഭർത്താവ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴാണ് കുട്ടിയെ ഫിലിപ്പീൻസിൽ MBBS വേണ്ടി അയക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അതികാരണമായിട്ടുള്ള സ്ഥിതിയിൽ ഭർത്താവിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ആശുപത്രിയായി കിടപ്പാടം മുഴുവൻ വിറ്റിട്ടാണ് വീണ്ടും കുട്ടിയെ പഠിക്കാൻ തീരുമാനിച്ചത്. ഭർത്താവ് മരിച്ചുപോയി. അച്ഛൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. ഈ സ്ത്രീയുടെ അച്ഛൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അദ്ദേഹത്തിന്റെ വരുന്നെടുത്ത് അദ്ദേഹത്തിന് ഒരു തൊഴിലും പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. സഹോദരങ്ങളോ മറ്റാരും നോക്കാനില്ല. കുട്ടിയുടെ അമ്മ ഇദ്ദേഹത്തിന്റെ അമ്മ മാത്രമാണ് കൂടെയുള്ളത്. അവർക്ക് മറ്റൊരു രീതിയിൽ ഇവരെ സംരക്ഷിക്കാനുള്ള പ്രാപ്തി ഇല്ലാത്തവരാണ്. ഈ സ്ത്രീ ഏതെങ്കിലും അടുക്കള ജോലിക്കോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ 10-100 രൂപയ്ക്ക് പോയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ കുട്ടിയുടെ പഠന ചെലവടക്കം നടന്നുകൊണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ വീടും വിറ്റുപോയി. അപ്പൊ ഇവരുടെ ഒരു ബന്ധു വീട്ടിൽ അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒരു ചെലവില്ലാതെ സൗജന്യമായി താമസിക്കുന്ന സാഹചര്യം കാട്ടാക്കടയ്ക്ക് അടുത്തുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ PCC സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടിയുടെ അഡ്രസ്സും വീട്, SL സർട്ടിഫിക്കറ്റ്, ആധാർ, റേഷൻ കാർഡ് എല്ലാ രേഖകളും ഈ സ്റ്റേഷൻ പരിധിയിലാണ്. അങ്ങനെയാണ് മാറനല്ലൂർ സ്റ്റേഷനിൽ PCC സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടി വരുന്നത്. പക്ഷേ ദിവസങ്ങളോളം ഇവരെയും 3 മാസം മുമ്പ് അപേക്ഷിക്കുമ്പോഴും അതിനുശേഷം രണ്ടാമത് അപേക്ഷിക്കുമ്പോഴും ഇതിന്റെ ഒരു വ്യക്തമായ കാരണം പോലും പറയാതെ റിജക്ട് ചെയ്യപ്പെടുകയാണ്. അത് MLA എന്നുള്ളതിൽ ജനപ്രതിനിധി എന്നുള്ളതിൽ ഞാൻ ബന്ധപ്പെട്ടപ്പോഴും ഇന്നാകട്ടെ നാളെ ആകട്ടെ നടക്കുമെന്നാണ് DYSP അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ. DYSPയോട് പറയുമ്പോൾ DYSP എനിക്ക് തന്ന മറുപടിയും അത് തന്നെ. അതിനുശേഷം വീണ്ടും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയോട് വിളിച്ചു ചോദിക്കുകയാണ്, നിന്റെ ഫോട്ടോ അയച്ചതാ, നിന്റെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽ അയച്ച, പഴയ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ച എന്നൊക്കെ പറഞ്ഞ കാര്യമില്ല. റിജക്ട് ചെയ്തതിന് ശേഷം, റിജക്ട് ചെയ്തു എന്ന് പറയുന്ന ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ഡീറ്റെയിൽ എന്തിനാണ് ചോദിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഈ അമ്മ എന്നെ വീട്ടിൽ വന്നു നിന്ന് അവർ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ, അമ്മയും മകളും ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മഹത്യക്ക് ശേഷമല്ല നമ്മൾ നടപടി എടുക്കേണ്ടത്. ആത്മഹത്യ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വന്ന് പരിതപിച്ച് സഹകരിച്ച് കണ്ണീര് പൊഴിഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അത് സ്വാഭാവികമായിട്ടും ചില പോലീസുകാരുടെ ഒരു നയത്തിന്റെ ഭാഗമാണിത്. അപ്പോൾ പോലീസ് സംവിധാനം ആഭ്യന്തര വകുപ്പിന്റെ കുഴപ്പമാണെന്ന് പറയും. ഈ പോലീസിൽ വന്ന് കാര്യം നടന്നില്ല, അത് ആഭ്യന്തര വകുപ്പിന്റെ കുഴപ്പമാണ്. എന്നാൽ ചില പോലീസുകാർക്ക് അവരുടെ സാമ്പത്തിക താല്പര്യവും മറ്റ് ഇല്ലീഗൽ ആക്ടിവിറ്റീസിലുള്ള താല്പര്യവുമാണ് ഈ കുട്ടിയുടെ പാസ്പോർട്ട് PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് റിജക്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ വരേണ്ടി വന്നത്. ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരു ദിവസം നാളെ തന്നെ അത് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിനകം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യത്തിൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എല്ലാവരുടെയും ഉത്തരവാദിത്തം നിർവഹിക്കുന്നുവെന്ന് മാത്രമേ ഈ വിഷയം സംബന്ധിച്ചുള്ളൂ. മാറനല്ലൂർ സ്വദേശിനി അപർണ രമേശിനാണ് PCC സർട്ടിഫിക്കറ്റ് നൽകുന്നത് വൈകിയതിനെ തുടർന്ന് MLA കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. മാസങ്ങളായി PCC സർട്ടിഫിക്കറ്റിനു വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയായിരുന്നു എന്നാണ് MLAയും കുടുംബവും ആരോപിക്കുന്നത്. ഇപ്പൊ കടിച്ച പാമ്പിനെ കൊണ്ട് നമ്മൾ വെച്ചു തുറക്കണ്ടേ? അയാളെ കാരണമാണല്ലേ കുട്ടിക്ക് ഈ ഭാവി ഇല്ലാതാവാൻ പോകുന്നത്. അയാളെ അവരെ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയാ. ഭർത്താവ് മരിച്ചു, അവരെ കരൾ മാറ്റിവെക്കാനും ഭർത്താവിനെ നോക്കി ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ. ആ മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അവിടെ അച്ഛൻ ക്യാൻസർ പേഷ്യന്റ് ആണ്, നാവില്ല. ആ അച്ഛൻ നാവില്ല, സഹോദരൻ മരിച്ചുപോയി, അവര് സംരക്ഷിക്കാൻ ആരുമില്ല. അമ്മ വെറുതെ അമ്മ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്?
അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ബന്ധു അടുത്ത അവർ ഫ്രീ ഓഫ് കോസ്റ്റ്, ഒരു ചെലവില്ല, ഫ്രീ ആയിട്ട് താമസിച്ചോളം പറഞ്ഞിട്ടാണ് താമസിക്കുന്നത്. ഇതിപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളിപ്പോ പറയേണ്ടി വന്നത്? അത് അയാളല്ലേ ചെയ്യേണ്ടിയിരുന്നത്. MBBS വിദേശത്ത് പഠിക്കുകയാണ് അപർണ രമേശ്.